ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞങ്ങൾ ഇപ്പോൾ ട്രിച്ചിയിലാണ് ഉള്ളത്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. എക്സാമിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. വീട്ടിലൊക്കെ എത്തി സമാധാനം അതിന് ശേഷം പറയാം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എക്സാംസ് ഒക്കെ വളരെ നന്നായിരുന്നു. നമ്മൾ വന്നിട്ട് 6ാമത്തെ 7ാമത്തെ ഒക്കെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ 5 പരീക്ഷകളൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ഇന്ന് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു കലാശക്കൊട്ടായിരുന്നു. നമ്മൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു, KFCന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അതുപോലെ കുറച്ച് ഷോപ്പിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ മക്കളുണ്ടല്ലോ, ഇവമോളും ഇനബേബിയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലാതെ അവർ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ട്രിച്ചിയിൽ വന്നിട്ട് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ കാണാൻ ഇഷ്ടമുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മൾ ട്രിച്ചിയിൽ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാം. കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ട്രിച്ചിയിൽ വന്നത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അത്രയൊന്നുമില്ല. കുറച്ച് സാധനം. ഒന്നാമത് എന്താണെന്നറിയില്ല, ആ ട്രിച്ചി സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് വയറിൻ്റെ അടിയിൽ എന്തോ ഭയങ്കര വേദന. വയറിൽ എന്തോ എനിക്കറിയില്ല, ഗ്യാസ് നിറഞ്ഞിട്ടുള്ള പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഇഡ്ഡലി ആയിരുന്നു കഴിച്ചിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഇഡ്ഡലിയാണ്. അപ്പോൾ വയറിന് എന്തോ അസ്ഥിത വന്നതിന് ശേഷം കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും യെസ് മൈ ഡിയേഴ്സ്, നമുക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കാണാം. സോ കീസ് നമ്പർ 1 ആൻഡ് കീസ് നമ്പർ 2. ഓക്കെ, ഞങ്ങൾ കീസ് എന്ന് പറയാം, പണ്ടത്തെ മലയാളത്തിൽ കീസ് എന്നൊക്കെയാണല്ലോ പറയാം. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഒരു 3-4 കവറൊക്കെ ആയിട്ട് 3-4 കടകളിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷെ നമ്മുടെ ജിൻഷിയുടെ വളരെ ബുദ്ധിപരമായ ഒരു മുന്നേറ്റത്തിലാണ് ഇതിങ്ങനെ 2 കവറിലാക്കിയത്. അപ്പോൾ ഐറ്റം നമ്പർ 1 ഇതാണ്, ഡാൻസിങ് കാക്ടസ്. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഡാൻസിങ് കാക്ടസ് ആണ് ഇത് ഫസ്റ്റത്തെ സംഭവം വരുന്നത്. ഇതാണ് കേട്ടോ. ഇതിങ്ങനെ അൺബോക്സ് ചെയ്യാൻ കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇത്. ഇങ്ങനെ പാട്ട് പാടുന്നതിൽ സത്യം പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ബാറ്ററി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഡാൻസിങ് കാക്ടസ് ഇനബേബിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഐറ്റം നമ്പർ 1. ഓക്കെ, അൺബോക്സ് ചെയ്യാൻ പണിയാണ്, നമുക്ക് പിന്നെ ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് വരുന്നത്, ഇവിടെ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാണ്, ഇത് കണ്ടോ, ഇങ്ങനത്തെ 2 ഇതുണ്ട്. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കാറാണ്. സത്യത്തിൽ ഇത് കാറല്ല, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ കുട്ടികളുടെയൊക്കെ പെൻസിൽ ബോക്സ് ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് എറേസർ ഉണ്ട്, പെൻസിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതാ സ്കെയിലുണ്ട്, ഈ സാധനം ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഉണ്ട്. അപ്പോൾ ഇവമോൾക്ക് പ്രത്യേകിച്ച് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ അവൾ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ, മമ്മ എനിക്ക് റിമോട്ട് കാർ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷെ അത് അവൾ യൂസ് ചെയ്യില്ല. അപ്പോൾ വെറുതെ അത് വാങ്ങി പൈസ വേസ്റ്റ് ചെയ്യണ്ടെന്നുള്ളതുകൊണ്ട് ഒരു യൂട്ടിലിറ്റി സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അത് ഒന്നും കൂടെ ഉണ്ട്, ഒരു കാറ്. ഇതും ആ സെയിം സാധനം തന്നെ, ഞാൻ ഓപ്പൺ ചെയ്ത് അധികം കാണിക്കണില്ല. ഇതൊരു ബ്ലാക്ക് കാറ്. ഇതിലേതാ ഇവമോൾക്ക് പറ്റിയെന്ന് വെച്ചോ അവൾക്ക് എടുക്കുക. ഒന്ന് എൻ്റെ അനിയത്തിൻ്റെ മോന് വാങ്ങിച്ചതാട്ടോ. അനിയത്തി സാബിയുടെ മോനുണ്ട് നിതു, ഓന് വേണ്ടി വാങ്ങിച്ചതാണ് ഒന്ന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത്, യെസ്, ഇത് കാണുമ്പോൾ വളപ്പെട്ടിയാണെന്ന് തോന്നും, അതല്ല. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉമ്മാക്ക് ഫൈക്കാക്കും, ഞങ്ങൾ 3 ആളാണ് ചായ കുടിക്കുക. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ 3 കപ്പുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ചെരങ്ങൻ ചൊറി പിടിച്ച ലുക്കൊക്കെ ഉണ്ടെങ്കിലും കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയാൽ നല്ലതാണ്. ഇവിടുത്തെ ട്രിച്ചിയിലെ മണ്ണും പൊടിയൊക്കെ തട്ടിയിട്ടാണ് ഇതിൻ്റെ ഒരവസ്ഥ. ഈ ബോക്സ് കാണിക്കുക. അങ്ങനെ ഇതിനകത്ത് മൊത്തം 3 കപ്പുകളുണ്ട് കേട്ടോ. മഞ്ഞ കളർ കപ്പാണ്. അപ്പം ഈ മഞ്ഞ കളർ കപ്പിലായിരിക്കും ഞങ്ങളുടെ ചായ കുടി. അപ്പോൾ ഇതാണ് ഇത്. ഇത് പിന്നെ ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2 മാലകളാണ്. മാല ഇവിടെ ഇങ്ങനെ വെക്കോ, ഇതാ മാല കേട്ടോ. ഈ മാല വരുന്നത്, യെസ്, ഈ മാല ഒന്ന് ഇവമോൾക്കും ഒന്ന് ഇനബേബിക്കും. ഇത് ചെറിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ പാകത്തിലുള്ള മാല കേട്ടോ. നല്ല രസമുള്ളൊരു മാലയാണ്. അപ്പോൾ അതാണ് ഈ ഒരു മാലേൻ്റെ പ്രത്യേകത. നല്ല രസമുണ്ട്. ഇതിനധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് 50 രൂപയുള്ളൂ ഈ മാലയ്ക്ക്. പക്ഷേ നല്ല രസമുണ്ട് കണ്ടപ്പോൾ. അപ്പം ഇവമോൾക്കൊക്കെ ഇനബേബിക്കൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പാർട്ടി വെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയതായതുകൊണ്ടാണ് വാങ്ങിച്ചത്.
അത് വാങ്ങിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ താത്താക്കൊരു മോളും എൻ്റെ അനിയത്തിക്കൊരു മോളും ഉണ്ട്. ഇവമോളുടെ 2 ഫ്രണ്ട്സ് ആട്ടോ, തുണ്ട്, താത്താൻ്റെ മോളെ തുണ്ട് എന്നാണ് വിളിക്കുക, അതുപോലെ തന്നെ അനിയത്തിൻ്റെ മോളെ വിളിക്കുക നീനു എന്നാണ് കേട്ടോ. അപ്പം നീനുവിനും അതുപോലെ തന്നെ തുണ്ടുമോൾക്കും കൂടെ 2 വാങ്ങിച്ചിട്ടുണ്ട് മാല. അപ്പോൾ അവർക്ക് 2 പേർക്കും കൂടെ വാങ്ങിച്ചതാണിത്. ഒന്ന് അടുത്തൊക്കെ ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു കൊടുക്കും. മാല നല്ല രസമുണ്ട് കേട്ടോ, പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഇതൊക്കെ ഇനിയിപ്പോൾ പാക്ക് ചെയ്യലൊരു പണിയായിരിക്കും. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 2 മാല. ഈ മാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, ഇവമോൾക്കല്ല, ഇത് തുണ്ടിനും നീനുവിനും വാങ്ങിച്ചതാണ്. ഇവമോൾ ഇന ബേബി ഇതുപോലത്തെ മാല ഇടൂല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ 2 മാലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ മറ്റേ മാല കണ്ടത്. പക്ഷെ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം മറ്റേ മാല കണ്ടപ്പോൾ ഇവമോൾക്ക് ഇന ബേബിക്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ അങ്ങനെ തുണ്ടിന് ഓർത്തു. ഓളെ അടുത്ത് എന്ത് സാധനം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ചോക്കേഴ്സൊക്കെ കണ്ട ഓൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മേമ എനിക്കും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷമം, കാരണം ഇനി ട്രിച്ചിൽ വന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസായി വാങ്ങിച്ച്. അപ്പോൾ ഇത് ഇവമോൾക്ക് ഇന ബേബിക്കും ഇല്ല, കാരണം ഒരു ഇങ്ങനത്തെ മാല ഇടൂല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ കുറച്ചധികം ഹെയർ ബാൻഡ്സ് ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ ഇവമോൾക്ക് ഇന്ന ബേബിക്ക് തുണ്ടിന് നീനുവിന്. ഇത് കണ്ടോ, ഈ ഹെയർ ബാൻഡ് നല്ലൊരു രസമുള്ള ടെക്സ്ചറാട്ടോ. ഇവിടെ അതാ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ട്, ഇതൊക്കെ ഈന ബേബിയൊക്കെ എപ്പോൾ പറിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ മതി. ഈന ബേബി ഇവമോളൊന്നും ഈ സാധനം വെക്കൂല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ നീനുവിനും തുണ്ടിനും വാങ്ങിച്ചപ്പോൾ ഇവമോൾക്ക് ഈന ബേബിക്കും കൂടെ വാങ്ങിച്ചു എന്ന് മാത്രം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇത് ഞാൻ തുണ്ടിന് വാങ്ങിച്ചാണ്. തുണ്ടിന് വാങ്ങിച്ചതാണ് ഈ 2 കേട്ടോ. ഇത് 2 നല്ല രസമല്ലേ. ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതാ, ഇതിങ്ങനെ ഒരു റോസ് സാധനം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ സ്റ്റോണിൻ്റെ ഒരു വർക്കുള്ളത് വരുന്നുണ്ട്. അത് അങ്ങനെ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ 2 ഞാൻ നീനുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരുമാണ് ആക്ച്വലി നമ്മളെ വീട്ടിലെ പെൺകുട്ടികളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ജസ്റ്റ് 20 രൂപയുള്ളൂ കേട്ടോ. ഈ ജസ്റ്റ് 20 രൂപയുള്ളൂ. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിന് 20, ഇതിന് 20, അങ്ങനെ ഓരോന്നിന് 20. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഈ തുണ്ടിനും നീനുവിനൊക്കെ ഒരുങ്ങി പോകാൻ നല്ല ഇഷ്ടം. ഒരു പുറത്തേക്കൊക്കെ പോണ സമയത്ത് തലയിൽ മുടിയിലൊക്കെ കുറേ സാധനങ്ങൾ വെക്കും. ഞാൻ ഇവമോൾക്ക് ഇന ബേബിക്ക് ഇതൊന്നും വെച്ചു കൊടുക്കില്ല. പക്ഷേ എൻ്റെ അനിയത്തിയാണെങ്കിലും ഒക്കെ വെച്ചു കൊടുക്കും. കുഞ്ഞാത്ത വെച്ചു കൊടുക്കൂല, പക്ഷെ തുണ്ടിന് വെക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഓളെന്നെ തനിയെടുത്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് 2 വാങ്ങിച്ചു. ഇത് ഇവമോൾക്ക് ഇന ബേബിക്കും ഇല്ല, കാരണം അവരത് യൂസ് ചെയ്യലില്ല. ആൻഡ് ഇത് നെക്സ്റ്റ് വണ്ണ് ഇത്താത്താക്ക് 2 പെൺകുട്ടികൾ വലുതുണ്ട്. അത് സുത്തും അതുപോലെ തന്നെ സിംബും. ഓൾക്ക് 2 പേർക്ക് വാങ്ങിച്ചതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സിംബുവിനെ ഓർമ്മ വന്നു, താത്താൻ്റെ 2ാമത്തെ മോള്. കാരണം ഓളടുത്ത് ഇതുപോലത്തെ ഇംഗ്രിതങ്ങൾ കുറേ ഉണ്ടാവും. ഇങ്ങനത്തെ ഇംഗ്രിതങ്ങൾ കൊണ്ടെടുക്കുന്ന ഓൾ. അപ്പോൾ ഓൾക്ക് മാത്രം വാങ്ങിക്കുമ്പോൾ മറ്റോൾക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തുണ്ടിനും അതുപോലത്തെ തുണ്ടല്ല, എന്താണ്, സിംബുവിനും സുത്തിനും വാങ്ങിച്ചതാണ്. വലിയ 2 ആൾക്കാർക്ക് അല്ലെ കോളേജ് സ്കൂൾ ബാഗിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ച 2 സാധനം കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് വരുന്നത് എഗെയിൻ ഇതാ, ഇത് ഇതൊക്കെ മാറ്റാം. യെസ്, അടുത്ത വരുന്ന ഇത് 2 ഇതും തുണ്ടിനും നീനുവിനുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും ഇവമോൾ ഇന്ന ബേബി വെക്കൂല, അപ്പോൾ അതുകൊണ്ട് തുണ്ടിനും നീനുവിനാണ്. അവർക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വാങ്ങിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഹെയർ ഇപ്പോൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞാൻ പറ്റ ബോയ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹെയർ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടാൻ ഭാഗത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ കെട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത്. ഓക്കെ, ഒന്നുമില്ല ഇങ്ങനെ. ഓക്കെ, ആദ്യം ചോദിച്ച സ്ഥലത്ത് 10 രൂപ 20 രൂപയാണ് പറഞ്ഞത്. പിന്നെ ചോദിച്ച സ്ഥലത്ത് 10 രൂപ. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. ഇങ്ങനത്തെ 2 കേട്ടോ. ഒന്ന് ആദ്യമേ കുടുങ്ങിയതാണ്. 2 20 രൂപക്ക് വാങ്ങിച്ചു. അതാണ് ഇത് സംഭവം. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത പറയണത്, ഇത് അവിടുത്തെ അണ്ണാച്ചി എനിക്ക് തന്ന സമയത്ത്, അണ്ണാച്ചി എന്നൊന്നും പറഞ്ഞോളൂ കേട്ടോ, അതായത് അണ്ണൻ തന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, തമിഴ് തരിയാതെ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്താ പറയുക, പാക്ക് ചെയ്ത് തന്നതാണ്. ഞാൻ 2 മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് സൂം ചെയ്ത് കാണിക്കൂ ക്യാമറാമാൻ, ക്യാമറ വിമൻ. 3 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് എനിക്കും ഇത് സുത്തിനും സിംബുവിനും വാങ്ങിച്ചാണ് കേട്ടോ മോതിരം. സിംബുവിന് ഇതുപോലത്തെ ഇംഗ്രീഡിയങ്ങളൊക്കെ ഇഷ്ടമാണ്. അവൾ മോതിരൊക്കെ ഇട്ട് നടക്കുക. അപ്പോൾ അവൾക്ക് വാങ്ങിച്ചപ്പോൾ സുത്തിനും വാങ്ങിച്ചു. സുത്ത് കുറച്ചുകൂടെ ഫ്രീക്കത്തിയാണ്, താത്താൻ്റെ വലിയ മോളി. അവൾ ഇങ്ങനത്തെ ഒന്നും ഇടൂല, പക്ഷെ അതിൻ്റെ ചെറുതിനാണ് ഇങ്ങനത്തെ ഒക്കെ ഇടാനുള്ള ഇഷ്ടങ്ങൾ. അപ്പം അതുകൊണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് എന്താ പറയുക, തലയിൽ എണ്ണ തേക്കാൻ, കോക്കനട്ട് ഓയിലൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ സ്കാൽപ്പൊക്കെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ
ഇതാക്കി കഴിഞ്ഞാൽ സ്കാൽപ്പിലേക്ക് എണ്ണ എന്ത് ചെയ്യും ഇങ്ങനെ പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഇപ്പം എന്താ സാധനം, ഇത് ഞാൻ ഇവമോൾക്ക് വാങ്ങിച്ചതാണ്. ഇവമോൾക്ക് എന്താ പറയുക, ഓളെ ബാഗിൽമ തൂക്കാൻ വേണ്ടിയിട്ട്. ഓൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഓളെ സ്കൂൾ ബാഗിൽമ തൂക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഓൾക്ക് കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കാർ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഓൾക്ക് വേണമല്ലോ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് വന്നിട്ട് ഇതെന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മല്ല. ലെറ്റ് മീ ഓപ്പൺ ഇറ്റ്. അപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എന്താണെന്നുള്ളത്. യെസ് മൈ ഡിയേഴ്സ്, യെസ്. ഇത് എനിക്കിഷ്ടപ്പെട്ട ചോക്കറാണ് കേട്ടോ, ചോക്കർ മാല. ഓക്കെ, ഇതാണ് മാല. ഇത് ഇവമോൾക്കും ഇന ബേബിക്കും. ഇത് അതുപോലെ തന്നെ ഓള് സ്കൂളിലുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ഓൾക്കും വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇവമോൾ ഇന ബേബി ഓളൊരു ഫ്രണ്ട്, അങ്ങനെ 3 മാലകൾ കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്, ദിസ് വൺ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ടീഷർട്ട്സാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നല്ല അറിയണ്ടാവും, ഞാൻ വീട്ടിൽ ടീഷർട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ എനിക്കിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ആക്ച്വലി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവമോൾക്ക് ഇന ബേബിക്ക് ഒരേപോലത്തെ 2 കുഞ്ഞു ട്രൗസേഴ്സ് ഉണ്ട്. ഇത് എന്താ പറയുക, ഈ കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഈ 2 എണ്ണമാണ്. ഇത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. പക്ഷേ അത് അവർ പറഞ്ഞു ഓഫറിൽ തരാം, ഒന്നും കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ അതാ ഈ 2 ട്രൗസേഴ്സാണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദ ടീഷർട്ട് കേട്ടോ. ഇങ്ങനെ ഒരു കളർ ടീഷർട്ട്, ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓവർ സൈസ്ഡ് ടീഷർട്ട്. ഇത് ഞാൻ ട്രിച്ചിയിൽ നിന്ന് ഇതിന് മുന്നേ വന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും ജിൻഷിൻ ജസ്റ്റിനൊക്കെ വരുന്നത് തന്നെ ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഷോപ്പിംഗ് ഞങ്ങൾക്ക് അത്രേ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതൊരു ടീഷർട്ട്. രണ്ടാമത്തെ ടീഷർട്ട് ഇത് ഒരു ഗ്രീൻ കളർ, ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ടീഷർട്ടാണ്. ഓക്കെ, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ പാകത്തിനാക്കണം. ഇത് നല്ല ഇറക്കുണ്ടാവും, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എൻ്റെ പാകത്തിനാക്കണം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഇങ്ങനെ ഒരു പേസ്റ്റൽ കളർ വേറൊരു ടീഷർട്ടും ഉണ്ട്. അങ്ങനെ 3 ടീഷർട്ട്സുമാണ് മൈ ഡിയേഴ്സ് എന്ന് വാങ്ങിച്ചത്. ടീഷർട്ട് നമ്പർ 1, 2 and 3. ഇതിന് ഒരു ടീഷർട്ടിന് എത്ര 200 അല്ലേ, 250 ഓല് പറഞ്ഞത്. പക്ഷെ നമ്മൾ പേശി കൊഞ്ചം നമ്മളൊക്കെ ഞങ്ങൾ സംസാരിക്കത് അങ്ങനെ പേശി ഇത് 200 രൂപക്ക് ജിൻഷി 5 ടീഷർട്ട് വാങ്ങിച്ചു. ജസ്റ്റ് എത്ര വാങ്ങിച്ചു? ജെസ്സി 1 വാങ്ങിച്ചു. ഞാൻ 3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെന്ന് പർച്ചേസ് ചെയ്തത്. ഫൈക്കാക്കുന് ഞാൻ കുറേ ഷർട്ടോ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഉള്ളത് ഷോർട്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രിച്ചിയിൽ പോയി വന്നന്ന് 8-9 ഷോർട്സ് അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് ആകെ 3-4 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഷോർട്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷോർട്സ് കമ്പനി തുടങ്ങാനുള്ള സ്ഥലം അതെന്നുള്ളതുകൊണ്ട് ഷോർട്സ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ടീഷർട്ട് നല്ല രസമുള്ളതൊന്നും ഞാൻ കണ്ടില്ല. ഫൈക്കാക്കുൻ്റെ കോളറില്ലാത്ത ടീഷർട്ട് അധികം യൂസ് ചെയ്യലില്ല. കോളർ ഉണ്ടെങ്കിൽ തന്നെ ഫുൾ സ്ലീവ് ഉള്ള ടീഷർട്ടാണ് യൂസ് ചെയ്യുക, ഹാഫ് സ്ലീവ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എൻ്റെ ടീഷർട്ട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈക്കാക്കു ജിമ്മിന് പോകുമ്പോൾ ഇടാറുണ്ട്. അപ്പോൾ പിന്നെ നോട്ട് ആൻ ഇഷ്യൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു ടീഷർട്ട് മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ നാളെ ചിലപ്പോൾ ഇതിൻ്റെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ട്രിച്ചിയിലെ വിശേഷങ്ങൾ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.